മുഖത്തിൻ്റെ നിറം അല്പം അങ്ങോട്ട് മങ്ങുമ്പോഴേക്കും ഭയങ്കര ടെൻഷനാണല്ലോ എല്ലാവർക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. നമുക്കെല്ലാവർക്കും ഇനിയിപ്പോൾ എത്ര നിറമുള്ള ആളുകളാണെങ്കിലും അതിൽ നിന്ന് കുറച്ചങ്ങോട്ട് മങ്ങിയെന്ന് തോന്നുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ വാരി തേച്ച് മുഖത്ത് നിറം കൂട്ടാൻ വേണ്ടിയിട്ട് പല പണികളും ചെയ്ത് നോക്കാറുണ്ടല്ലേ. പല പണികളും പരീക്ഷിച്ചിട്ട് മുഖം കേടാക്കുന്നതിനേക്കാളൊക്കെ നല്ലത് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നാച്ചുറലായിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാണ് നമ്മുടെ മുഖം വളരെ പെട്ടെന്ന് വെട്ടിത്തിളങ്ങുന്നതോടു കൂടി തന്നെ നമുക്ക് നമ്മുടെ മുഖത്തിന് രക്തോട്ടം വർദ്ധിക്കാനും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു കോഴിമുട്ടയുടെ വൈറ്റ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്താൽ നമുക്ക് ഗുണങ്ങൾ കിട്ടാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ കോഴിമുട്ട. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നാടൻ കോഴിമുട്ട തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഏത് കോഴിമുട്ട എടുക്കുക, ലഗോ മുട്ടക്കാലും പറ്റും. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യുക, താറാവ് മുട്ടൊക്കെ പറ്റും. ഏതായാലും എഗ്ഗ് യോക്ക് വേണ്ട, എഗ്ഗ് വൈറ്റ് തന്നെ എടുക്കുക. അപ്പോൾ എഗ്ഗ് വൈറ്റ് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് കോഴിമുട്ടയുടെ ഭാഗം ചെറുതായിട്ടൊരു ഓൾസ് കൊടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചെടുത്താൽ ആ മുട്ടൻ്റെ വൈറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഈ കോഴിമുട്ട പൊട്ടിച്ചിട്ട് നമ്മുടെ കൈവെള്ളയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കൈവെള്ളയിലേക്ക് ഇട്ട് കൊടുത്താൽ എന്താ വെച്ചാൽ അതിലുള്ള ആ ഒരു വൈറ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് ആ വിരലിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഒലിച്ച് പോരും ചെയ്യും. അതിൻ്റെ യോക്ക് നമ്മുടെ കയ്യൻ വെള്ളയിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ അത് ചെറിയൊരു ഓൾസാക്കിയിട്ട് എടുത്തിട്ട് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഇത്തിരിയും കൂടെ അങ്ങനെ ശേഷിപ്പുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, അത് കൈക്കൊക്കെ കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ തന്നെ അത് ഫുള്ളും കൂടെ പോരും കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇതുകൊണ്ട് നല്ലൊരു ഫേസ് പാക്ക്, നല്ലൊരു ക്രീമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ എപ്പോഴും ഇപ്പോൾ നമുക്ക് വീട്ടിലെ അടുക്കളയിലൊക്കെ ഒരുപാട് ജോലിയുള്ള ആളുകളൊക്കെ ഉണ്ടാവും, പെണ്ണുങ്ങൾ. അപ്പോൾ ഓൽക്കൊന്നും ഇപ്പോൾ എന്തായാലും ഇത് എന്നൊരു കോഴിമുട്ട വൈറ്റ് എടുത്തിട്ട് ഇതുപോലൊരു ക്രീം ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു കോഴിമുട്ടൻ്റെ വൈറ്റ് വെറുതെ അങ്ങോട്ട് മുഖത്ത് അപ്ലൈ ചെയ്താലും ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു കോഴിമുട്ടൻ്റെ വൈറ്റിൽ നമുക്കുണ്ടാവും. അപ്പം എന്ത് ചെയ്യുക, എന്തായാലും നമ്മൾ ഡെയിലി ഒരു കോഴിമുട്ട പൊട്ടിക്കാത്ത വീടുണ്ടാവില്ല. എന്തെങ്കിലും മുട്ടക്കറി വെക്കാനോ അതല്ലെങ്കിൽ ഓംലെറ്റ് അടിക്കാനോ കുട്ടികൾക്ക് ബുൾസ ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ മുട്ടക്കൂട്ടാൻ ഉണ്ടാക്കി കൊടുക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലും കാരണത്താൽ കോഴിമുട്ട അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാനോ ഒക്കെ പൊട്ടിക്കും. അപ്പം എന്ത് ചെയ്യുക, ആ ഒരു കോഴിമുട്ടൻ്റെ തോട്ടിലുണ്ടാവും കുറച്ചൊക്കെ ഒരു വൈറ്റ് എങ്ങനായാലും ഉണ്ടാവില്ലേ. നമ്മൾ പെട്ടെന്ന് പൊട്ടിച്ച് വയ്ക്കണ കോഴിമുട്ടയിലൊക്കെ എന്തായാലും നമ്മളൊരു മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ളതൊക്കെ അതിൽ തന്നെ ശേഷിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് കോഴിമുട്ടേൻ്റെ ആ ഒരു തോടിന്ന് തോണ്ടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ അങ്ങോട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണേനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മുഖത്ത് ഈ ഒരു കോഴിമുട്ടൻ്റെ വൈറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് പെട്ടെന്നൊരു വലിവ് വരും. അപ്പം നമ്മൾ സംസാരിക്കാൻ പാടില്ല കേട്ടോ. ആ ഒരു ടൈമിൽ സംസാരിക്കാതിരിക്കണം. ഇനിയിപ്പോൾ സംസാരിക്കാൻ ഉള്ള സാഹചര്യത്തിലൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ കുട്ടികളൊക്കെ ഉള്ള ടൈമിലാണ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ ഒരു പണി ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ ആ ഒരു സ്കിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു മുട്ടയുടെ വൈറ്റ് നല്ലോണം മുഖത്ത് ഉണങ്ങി പറ്റിയതുകൊണ്ട് തന്നെ അത് മുഖത്തിൻ്റെ സ്കിന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചുളിവ് പെട്ടെന്ന് വരും. നമ്മൾ ചുളിവ് പോകാനും മുഖം നല്ല ബ്രൈറ്റ് ആകാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യണത് നമ്മളത് നെഗറ്റീവ് എനർജിയാക്കി മാറ്റരുത് കേട്ടോ. അപ്പോൾ ഏതായാലും കോഴിമുട്ടൻ്റെ വെള്ളയ്ക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലോണം ഒരു ക്രീം രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യണത് എന്താ വെച്ചാൽ ഈ ഒരു കോഴിമുട്ടയുടെ വെള്ളയിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാനാണ് പറഞ്ഞത്. ഓട്സ് ലേശം എടുത്തിട്ട് 1 ടേബിൾ സ്പൂണോളം ഓട്സ് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഓട്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യണില്ല കേട്ടോ. ഞാനിപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ക്രീം രൂപത്തിലാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ കുറച്ച് സമയം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ ബീറ്റായിട്ട് കിട്ടും. പക്ഷേ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ബീറ്റർ ഉണ്ടാവും അല്ലേ. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ഉള്ളവർ മാത്രം ബീറ്റർ വെച്ചിട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു ക്രീമി ടെക്സ്ചറിൽ ഈ ഒരു കോഴിമുട്ടൻ്റെ വൈറ്റ് ആയിട്ട് കിട്ടും. നല്ലൊരു ക്രീമി ടെക്സ്ചറായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ ഫോർക്കൊക്കെ വെച്ചിട്ട് കുറച്ച് സമയം കൂടുതൽ സമയം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നല്ലോണം ഇളക്കി കൊടുത്താലും ഇതേ രീതിയിൽ കിട്ടും. അപ്പം ബീറ്റർ ഉള്ളവർ ബീറ്റർ വെച്ചിട്ട് ചെയ്യാതാ ഇത് പെട്ടെന്ന് തന്നെ ക്രീമി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇനി വീട്ടിലില്ലാത്തവർ ആരും ടെൻഷൻ ആവണ്ട, ഇതുണ്ടാക്കാതിരിക്കണ്ട. സ്പൂൺ വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മിക്സിഡ് ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് കറക്കിയെടുത്താലും അത്യാവശ്യം നല്ലതൊക്കെ ആയിട്ട് കിട്ടും. നമ്മൾ മുഖത്തൊന്ന് അപ്ലൈ ചെയ്യാനുള്ള രീതിയിലൊക്കെ ആയിട്ട് കിട്ടും. ഇത്രത്തോളം ക്രീമി ആവണം എന്നൊന്നുമില്ല. ഇതിപ്പോൾ നല്ലോണം ക്രീമി ആയിട്ടുണ്ട്. ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തിൻ്റെ തിളക്കം വർദ്ധിക്കാനും അതുപോലെ തന്നെ മുഖത്തുള്ള ഡാൻ നീക്കാൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കും കേട്ടോ. കാരണം അത്രയ്ക്ക് ഉപകാരം ഉണ്ടാവും ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇനിയിപ്പം മുട്ട ഇങ്ങനെ നല്ലോണം പതിഞ്ഞൊന്നും കിട്ടണില്ല, ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ള കൊണ്ട് ഇനിയും ഫേസ് പാക്കുകളുണ്ട്. അത് 2 ഞാൻ പറഞ്ഞുതരാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക. അതല്ല ഇനി പറയുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ 2 മുട്ട എടുക്കുക, 2 മുട്ടയുടെ വെള്ളം എടുക്കുക. 2 മുട്ടയുടെ വെള്ളം കേട്ടോ, വൈറ്റ് മാത്രം എടുക്കുക, യോക്ക് എടുക്കരുത്. എഗ് വൈറ്റ് എടുക്കുക, എഗ് യോക്ക് ഒഴിവാക്കുക. നമ്മളിപ്പോൾ ഇതെടുത്ത പോലെ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ട് 2 ടീസ്പൂൺ നാരങ്ങാനീരും 2 ടീസ്പൂൺ ഒലീവ് ഓയിലും നല്ല പോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം തണുപ്പിച്ച് ഉപയോഗിക്കട്ടോ. അങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓട്സ് വെള്ളത്തിട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഓട്സ് വെള്ളത്തിട്ടത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ മുട്ടയുടെ വെള്ളം എടുത്തിട്ട് ഇതുപോലെ നമ്മൾ പതപ്പിച്ചെടുക്കണ്ട കേട്ടോ. ഒരുപാട് ഇങ്ങനെ ബീറ്റ് ചെയ്തൊന്നും എടുക്കണ്ട. നമ്മൾ ഒരു മുട്ടയുടെ വൈറ്റ് എടുത്തിട്ട് മിക്സിഡ് ജാറൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഓട്സ് 1 ടീസ്പൂൺ ഓട്സ് ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിട്ട് വെച്ചിരുന്ന്, അപ്പോൾ വെള്ളത്തിട്ട് ഓട്സ് വൈക്കിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ട് അത് മുഖത്ത് ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ട് 15 മിനിറ്റ് നമ്മൾ മുണ്ട് പറയൊന്നും ചെയ്യാതെ ഒന്ന് നല്ലോണം ഒന്ന് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അത് നമുക്ക് മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതിയാവും. അപ്പോൾ പിന്നെ ഞാൻ ഇതിപ്പോൾ നമ്മൾ കയ്യിൽ കാണിച്ചു തരികയാണ് ഞാൻ. എന്താ വെച്ചാൽ മുഖത്ത് നമ്മളിതുപോലെ തന്നെ കുറച്ച് സമയം ചുരുങ്ങിയതൊരു 2 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ മുഖത്ത് ഈ ഒരു കോഴിമുട്ടയുടെ ഈ ഒരു ക്രീം നല്ലോണം അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇത് കേട്ടോ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഓട്സ് വെച്ചിട്ട് മിക്സിഡ് ജാറിലിട്ടിട്ട് വൈറ്റ് മാത്രം അടിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് പഞ്ചസാര ചെയ്യേണ്ട. അപ്പോൾ കയ്യിന് പിളയെ മാറ്റം വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ബ്രൈറ്റ്നെസ് കിട്ടും. നമ്മൾ കൈ തേക്കണ കൈയും മറ്റേ കൈയായിട്ട് നല്ല മാറ്റം വരുന്നില്ലേ. അപ്പോൾ ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓട്സ് വെച്ചിട്ട്, അപ്പോൾ ഓട്സ് നമ്മൾ മിക്സിഡ് ജാറിലിട്ടിട്ട് ഈ വൈറ്റും കൂട്ടിയിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ 2 മുട്ടയുടെ വെള്ളയും 2 ടീസ്പൂൺ നാരങ്ങാനീരും 2 ടീസ്പൂൺ ഒലിവ് ഓയിലും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച ശേഷം ഉപയോഗിക്കാമെന്ന് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുഖം നല്ല റോസ് വാട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കിയ ശേഷം നല്ല ഇതിൽ ഇതൊക്കെ ഇങ്ങനെ തേക്കണം കേട്ടോ. നല്ലത് നിങ്ങൾക്ക് റോസ് വാട്ടറൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നിർബന്ധിക്കണമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും മുട്ടയുടെ വെള്ളം നമ്മൾ ഉപയോഗിക്കണം. മുഖത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് നീക്കാൻ ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇതുണ്ടല്ലോ. പിന്നെ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചിട്ട് പിന്നെ അതിൽ 1/4 കപ്പ് തക്കാളി നീരും 1 ടീസ്പൂണ് മുൾട്ടാണി മീട്ടിയും എടുത്തിട്ട്, മുൾട്ടാണി മീട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടും, വൈദ്യന്മാരെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. അതെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് പുരട്ടുക. ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, തണുത്ത വെള്ളത്തിൽ നല്ലോണം മുഖം കഴുകുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒന്നും കൂടെ പറഞ്ഞുതരാം. മുഖത്ത് പാട് മാറ്റാൻ വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചിട്ട് ഫേസ് പാക്ക് എങ്ങനെ റെഡിയാക്കുന്നത് വെച്ചാൽ അത് നല്ലോണം ഇതുപോലെ നമ്മൾ ക്രീം ഉണ്ടാക്കിയ പോലെ നല്ലോണം ആക്കിയിട്ട് നല്ലോണം തേച്ചാൽ തന്നെ നമ്മുടെ മുഖത്തുള്ള എല്ലാ പാടുകളും മാറും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുക്കുംബറിൽ ചെയ്യാനുള്ള എന്താ വെച്ചാൽ മുട്ടയുടെ വെള്ളം 4 ടീസ്പൂണ് കുക്കുംബറിൻ്റെ ജ്യൂസ് എടുത്തുകൊണ്ട് 2 ടീസ്പൂൺ തണുത്ത പാൽ മിക്സ് ചെയ്തിട്ട് അതുപോലെ തന്നെ മുഖത്ത് ഈ ഫേസ് പാക്ക് ഉപയോഗിച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഞ്ഞി ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ മുഖം ക്ലീൻ ചെയ്യാൻ. 2 ലെയറായി ഇത് മുഖത്ത് പുരട്ടുക. 25 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം നല്ലോണം കഴുകി കളയുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കോഴിമുട്ടൻ്റെ വെള്ളം വെച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു രീതിയിലാണ് വീഡിയോ ആക്കി കാണിച്ചത്, ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞല്ലോ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് പോയിട്ട് ലൈക്ക് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് പോയിട്ട് നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക്
ലൈക്കും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ കൈമൽ പുരട്ടി 15 മിനിറ്റ് ആയപ്പോഴേക്കും കൈ നല്ലൊരു വലിച്ചിലൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ മുഖത്തിനും വലിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യട്ടോ. മുഖത്ത് ഇത് പുരട്ടി കഴിഞ്ഞാൽ അങ്ങനെ സംസാരിക്കാനൊന്നും നിൽക്കണ്ട. കാരണം നമ്മുടെ മുഖം വേഗം ചുളിവ് വീഴാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ ഒന്ന് ചെയ്യട്ടോ. അടിപൊളി സംഭവമാണിത്. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കി, കമൻറ്റും ചെയ്യി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.